നമ്മൾ എക്സെപ്ഷൻസ് ഓഫ് മെൻഡൽസ് ലോ ഓഫ് ഡൊമിനൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 3 എക്സെപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് ദെൻ പ്ലിയോട്രോപ്പി. പിന്നെ നമുക്ക് 2 എക്സെപ്ഷൻസ് കൂടെ പഠിക്കാനുണ്ട്, പോളിജീൻസ് ആൻഡ് ലീഥൽ ജീൻസ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് പോളിജീൻസ്. വാട്ട് ആർ പോളിജീൻസ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, പോളിജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ജീൻസ് ദാറ്റ് കൺട്രോൾ വൺ ക്യാരക്ടറിസ്റ്റിക് ഓർ വൺ ക്യാരക്ടർ. അപ്പോൾ ഒറ്റ ഒരു ക്യാരക്ടറിനെ ഒരുപാട് ജീൻസ് ചേർന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിജീൻസ് എന്ന് പറയുന്നത്. മെനി ജീൻസ് ടു കൺട്രോൾ വൺ ക്യാരക്ടർ. അപ്പോൾ നമുക്കറിയാം യൂഷ്വലി 1 ജീൻ ഫോർ 1 ക്യാരക്ടർ. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണല്ലേ, 1 ജീൻ ഫോർ 1 ക്യാരക്ടർ. പക്ഷേ ചില കേസിൽ ഒരു ക്യാരക്ടറിനെ ഒന്നിൽ കൂടുതൽ ജീൻസിന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ പോളിജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിജീൻസും മൾട്ടിപ്പിൾ അലീൽസും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. പോളിജീൻസ് എന്ന് പറയുമ്പോൾ മെനി ജീൻസ് ടു കൺട്രോൾ വൺ ക്യാരക്ടർ. മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത് മെനി അല്ലീൽസ് ഓഫ് എ സിംഗിൾ ജീൻ ടു കൺട്രോൾ വൺ ക്യാരക്ടർ. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, സോ അപ്പോൾ പോളിജീൻസ് എന്ന് പറയുന്നത് മെനി ജീൻസ് ടു കൺട്രോൾ വൺ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇനി ഇത് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി ഓഫ് ജീൻസ് ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് ഫിനോടൈപ്പ്. ഫിനോടൈപ്പിൻ്റെ സ്ട്രെങ്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ജീൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ്. എത്രമാത്രം ജീൻസ് ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും ആ ഫിനോടൈപ്പിക് എക്സ്പ്രഷനും. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി ഇതിൽ അഡിറ്റീവ് ഇഫക്റ്റ് എന്നൊരു സംഭവമുണ്ട്. അഡിറ്റീവ് ഇഫക്റ്റ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസിനകത്ത് അഡിറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. എന്താണ് അഡിറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഈച്ച് കോൺട്രിബ്യൂട്ടിംഗ് അല്ലീൽ പ്രൊഡ്യൂസസ് 1 യൂണിറ്റ് ഓഫ് ഇഫക്റ്റ്. ഓക്കെ, ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ അല്ലീലും ഓരോ യൂണിറ്റ് ഓഫ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ 2 ടേംസ് നോട്ട് ചെയ്തല്ലോ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ആൻഡ് എന്താണ് അഡിറ്റീവ് ഇഫക്റ്റ് എന്ന്. ഇനി പോളിജീൻസിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് കൺട്രോൾഡ് ബൈ പോളിജീൻസ്. ഹ്യൂമൻ ബീയിങ്സിലെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് പോളിജീൻസ് ആണ്, മെനി ജീൻസ് ആണ് അല്ലേ. സ്കിൻ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഒറ്റ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ജീൻസ് ചേർന്നാണ്, പോളിജീൻസ്. അപ്പോൾ ഈ ഒരു ഇൻഹെറിറ്റൻസിന് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, പോളിജീനിക് ഇൻഹെറിറ്റൻസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സ്കിൻ കളർ ഇൻഹെറിറ്റൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അപ്പോൾ സ്കിൻ കളർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? നല്ല വൈറ്റ് കളർ, നല്ല ബ്ലാക്ക് കളർ. ഇത് രണ്ടിനും ഇടയ്ക്ക് കുറേ ഷെയ്ഡ്സ് അല്ലേ, കുറേ ലൈറ്റ് ഷെയ്ഡ്സും കുറേ ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കളർ ആയിരിക്കത്തില്ല നിങ്ങളുടെയൊക്കെ സ്കിന്നിൻ്റെ കളർ. അപ്പോൾ ഒരു ആക്യുറസി, കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ കളർ, അത്ര പെർഫെക്റ്റ്ലി മാച്ച് ചെയ്ത സ്കിൻ കളർ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പലർക്കും പല ഷെയ്ഡിലായിരിക്കും സ്കിൻ ഇരിക്കുക അല്ലേ. സ്കിന്നിൻ്റെ നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ കളറാണെന്ന് പറഞ്ഞാലും അതിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു പോളിജീൻസ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻസിൽ സ്കിൻ കളറിനെ ഈ ജീൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഹ്യൂമൻസിൽ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ജീൻസ് ആണുള്ളത്, A, B, C. 3 ജീൻസ് ചേർന്നിട്ടാണ് ഹ്യൂമൻസിൽ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്, A, B, C. ഓക്കെ, ഇനി ഈ ABC ജീൻസ് എങ്ങനെയാണ് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്? നമുക്കറിയാം ഒരു ജീൻ അതിൻ്റെ ഫങ്ഷൻ കാണിക്കാൻ പോകുന്നത് ഏതിലൊരു എൻസൈമിനെയോ ഒരു പ്രോട്ടീനെയോ ഒക്കെ സിന്തസൈസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ. ഒരു ജീൻ്റെ ഫങ്ഷൻ ഒരു പെർട്ടിക്കുലർ ഫിനോടൈപ്പിക് എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ വരണമെങ്കിൽ അതിനിടയ്ക്ക് ഒരു എൻസൈമോ ഒരു പ്രോട്ടീനോ ഒക്കെ സിന്തസൈസ്ഡ് ആവണം. അപ്പോൾ ഇവിടെ ഈ 3 ജീൻസും ചേർന്നിട്ട് ഒരു പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് പിഗ്മെൻറ്റ് ഈസ് മെലാനിൻ. Okay, so these 3 genes are responsible for the production of melanin. Melanin is a pigment which is responsible for skin color in human beings. Okay, ഈ 3 ജീൻസിൻ്റെയും അല്ലീൽസ് നമുക്ക് പറക്കി എഴുതാം. ഡോമിനൻ്റ് അല്ലീൽസ്, കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ലീൽസ് മാത്രമാണെങ്കിൽ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ. ഇനി റിസസീവ് അല്ലീൽസ് എഴുതുകയാണെങ്കിലോ സ്മോൾ a, സ്മോൾ b, സ്മോൾ c. അപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിട്ടുള്ള ഡോമിനൻ്റ് അല്ലീലി കണ്ടീഷനിൽ മാക്സിമം മെലാനിൻ പ്രൊഡക്ഷൻ എന്ന് മനസ്സിലാക്കുക. ആൻഡ് റിസസീവ് അല്ലീലാണ് വരുന്നതെങ്കിൽ അവിടെ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ല. കാരണം റിസസീവ് അല്ലീൽ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ. റിസസീവ് അല്ലീലിന് മെലാനിൻ പ്രൊഡക്ഷനിൽ വലിയ റോളൊന്നുമില്ല.
അപ്പോൾ എല്ലാം റിസസീവ് ആയിട്ട് വരുന്ന അല്ലീൽ കണ്ടീഷനിൽ നോ മെലാനിൻ പ്രൊഡക്ഷൻ എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവരെങ്ങനെയാണ് സ്കിൻ കളറിൻ്റെ പല ഷെയ്ഡ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു ടേബിളിൽ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകാം. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം റിസസീവ് അല്ലീൽസ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. ഓക്കെ, ഏറ്റവും മുകളിൽ എല്ലാ അല്ലീൽസും ഡോമിനൻ്റ് ആണ്. രണ്ടും നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. ഓക്കെ, ഈ പോർഷൻ ഈ റീജിയൻ, താഴത്തെ റീജിയൻ ലോസ്റ്റ് എക്സ്ട്രീമിറ്റി ആണ്, ഇത് ഹയസ്റ്റ് എക്സ്ട്രീമിറ്റി. ലോസ്റ്റ് എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത് എല്ലാം റിസസീവ് അല്ലീൽസ് ആയിട്ട് വരുന്ന കണ്ടീഷൻ, ഹയസ്റ്റ് എക്സ്ട്രീമിറ്റി എന്ന് പറയുന്ന എല്ലാം ഡോമിനൻ്റ് അല്ലീൽസ് ആയിട്ട് വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ലോസ്റ്റ് എക്സ്ട്രീമിറ്റിയിൽ നമുക്ക് ഒരു ഡോമിനൻ്റ് അല്ലീൽ പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക. അതായത് 0D കണ്ടീഷൻ. 0D കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 ഡോമിനൻ്റ് അല്ലീൽസ്. ഡോമിനൻ്റ് അല്ലീൽസ് ഒന്നുമില്ല അല്ലേ, ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ 0D എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഈ 0D കണ്ടീഷനിൽ എന്താണ് പറ്റുന്നത്? നോ മെലാനിൻ പ്രൊഡക്ഷൻ. എല്ലാ റിസസീവ് അല്ലീൽസ് ആണ്. സോ നോ മെലാനിൻ പ്രൊഡക്ഷൻ ആൻഡ് ദ സ്കിൻ കളർ വുഡ് ബി വൈറ്റ്. പ്യുവർ വൈറ്റിലേക്കാണ് സ്കിൻ കളർ പോവുക. അതായത് ആൽബിനോ കളർ അല്ലേ, ആൽബിനോസ് എന്ന് നമ്മൾ പറയും. ആൽബിനോസ്, പ്യുവർ വൈറ്റ് കളർ. ഓക്കെ, നോ മെലാനിൻ പ്രൊഡക്ഷൻ ബിക്കോസ് ഓഫ് ദിസ് റിസസീവ് അല്ലീൽസ്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ ഡോമിനൻ്റ് അല്ലീലിനും പെറുക്കി വെക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഒരു ഡോമിനൻ്റ് അല്ലീലിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാപിറ്റൽ എനെ ഞാനിനി ആഡ് ചെയ്യുവാണ്. അതായത് ഞാൻ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ക്യാപിറ്റൽ എനെ ആഡ് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ എ വന്നാൽ എന്ത് പറ്റും? ക്യാപിറ്റൽ എ ഈസ് ഫോർ മെലാനിൻ പ്രൊഡക്ഷൻ അല്ലേ. ക്യാപിറ്റൽ എക്ക് തന്നെ മാക്സിമം മെലാനിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ക്യാപിറ്റൽ ബിയും വേണം, ക്യാപിറ്റൽ സിയും വേണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ക്യാപിറ്റൽ എ വന്നതുകൊണ്ട് ലീസ്റ്റ് മെലാനിൻ പ്രൊഡക്ഷൻ, കുറഞ്ഞ അളവിൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സ്കിൻ കളർ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും അല്ലേ, ഒരു വെരി ഫെയർ എന്നൊരു കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, ഇനി ഒരു അല്ലീലും കൂടെ ആഡ് ചെയ്യുകയാണ്, ക്യാപിറ്റൽ ബി. അപ്പോൾ എയുടെ കൂടെ ബിയും ഉണ്ട് അല്ലേ, ക്യാപിറ്റൽ എൻ്റെ കൂടെ ക്യാപിറ്റൽ ബിയും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. എമൗണ്ട് കുറച്ചുകൂടെ കൂടുകയാണ്. അപ്പോൾ സ്കിൻ കളർ വുഡ് ബി ഫെയർ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് അഡിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈച്ച് കോൺട്രിബ്യൂട്ടിങ് അല്ലീൽ പ്രൊഡ്യൂസസ് 1 യൂണിറ്റ് ഓഫ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എ ആഡ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് ഓഫ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, കുറച്ച് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടായി. ക്യാപിറ്റൽ ബി ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ 1 more യൂണിറ്റ് ആഡ് ചെയ്തു, കുറച്ചുകൂടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ക്യാപിറ്റൽ സി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ നാലാമത്തെ കണ്ടീഷൻ നോക്കുക, ക്യാപിറ്റൽ സി ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ 1 more യൂണിറ്റ് ആഡഡ് അല്ലേ. അപ്പോൾ എന്ത് പറ്റി? കുറച്ചുകൂടെ മെലാനിൻ സിന്തസൈസ് ചെയ്തു. അപ്പോൾ 3 ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷൻ. താഴെ ഇത് 0D കണ്ടീഷനായിരുന്നു. ഇതെന്താണ്? 1D. 1D എന്ന് പറയുമ്പോൾ 1 ഡോമിനൻ്റ് അല്ലീൽ ഉള്ള കണ്ടീഷൻ അല്ലേ. ഇത് 2D കണ്ടീഷൻ, 2 ഡോമിനൻ്റ് അല്ലീൽസ്. ഇത് 3D, 3 ഡോമിനൻ്റ് അല്ലീൽസ്. 3 ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷനിൽ മീഡിയം മെലാനിൻ പ്രൊഡക്ഷൻ. മീഡിയം മെലാനിൻ പ്രൊഡക്ഷൻ ആൻഡ് സ്കിൻ കളർ വുഡ് ബി ഇൻ്റർമീഡിയറ്റ് ടൈപ്പ്. ആ ഇൻ്റർമീഡിയറ്റ് ടൈപ്പിനെയാണ് നമ്മൾ മുലാട്ടോ എന്ന് പറയുന്നത് കേട്ടോ. മുലാട്ടോ, ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ. അത്ര ബ്ലാക്കും അല്ല, എന്നാൽ അത്ര വൈറ്റും അല്ല, ആ ഒരു സ്കിൻ കളർ. ഓക്കെ, ഇനി വീണ്ടും ഡോമിനൻ്റ് അല്ലീൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് 3D ആയിരുന്നു, ഇത് 4D. 4 ഡോമിനൻ്റ് അല്ലീൽസ് വന്നു. അപ്പോൾ മോർ മെലാനിൻ പ്രൊഡക്ഷൻ, അതിനനുസരിച്ച് സ്കിൻ കളർ കൂടും അല്ലേ, ഡാർക്ക് സ്കിൻ കളറായി. ഇനി വീണ്ടും 5D കണ്ടീഷൻ, 5 ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷൻ, ഹൈ മെലാനിൻ പ്രൊഡക്ഷൻ, വെരി ഡാർക്ക് സ്കിൻ. ഓക്കെ, ആൻഡ് 6D ഡോമിനൻ്റ് കണ്ടീഷൻ, ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷൻ, അതായത് മാക്സിമം ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷനാണ് ഇതല്ലേ. 6D. ഇവിടെ മാക്സിമം മെലാനിൻ പ്രൊഡക്ഷൻ, അതായത് ഇവിടെ ക്യാപിറ്റൽ എ ഉണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, ക്യാപിറ്റൽ സി ഉണ്ട്. ഓക്കെ, മാക്സിമം മെലാനിൻ പ്രൊഡക്ഷൻ ആൻഡ് സ്കിൻ കളർ വുഡ് ബി ബ്ലാക്ക്, നീഗ്രോ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 0യിൽ നിന്ന് 6ലേക്ക് പോയി, 6 ഡോമിനൻ്റ് അല്ലീൽ കണ്ടീഷൻ. അങ്ങനെയാണ് സ്കിൻ കളർ ഒന്നും ഇല്ലാത്തതിൽ നിന്നും അല്ലേ, ഒട്ടും ഇല്ല കളർ ഇല്ലായിരുന്ന സ്റ്റേജിൽ നിന്നും ബ്ലാക്ക് എന്ന കളറിലേക്ക് എത്തുന്നത്. അപ്പോൾ അഡിറ്റീവ് ഇഫക്റ്റ് എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ കോൺട്രിബ്യൂട്ടിങ് അല്ലീലും ഓരോ യൂണിറ്റ് ഓഫ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. വൈ? ക്വാണ്ടിറ്റി ഓഫ് ഡോമിനൻ്റ് അല്ലീൽസ് ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് ഫിനോടൈപ്പ്. എത്രമാത്രം ഡോമിനൻ്റ് അല്ലീൽസ് ഉണ്ടത് അല്ലേ, എത്രമാത്രം ഡോമിനൻ്റ് അല്ലീൽസ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സ്കിൻ കളറും. മോർ ഡോമിനൻ്റ് അല്ലീൽസ് ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളറായിരിക്കും. ലെസ് ഡോമിനൻ്റ് അല്ലീൽസ് ആണെങ്കിൽ അതിനനുസരിച്ച് കളർ കുറഞ്ഞ് അതായത് വൈറ്റിൻ്റെ ഷെയ്ഡിലേക്ക് നമ്മൾ പോകും അല്ലേ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ വൈറ്റ് സ്കിൻ കളറുകാർ അഹങ്കരിക്കൊന്നും വേണ്ട. അവർക്ക് എന്തൊരു കുറവുണ്ട്. എന്തിൻ്റെ കുറവാണ്? മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ കുറവ്.
That is because of the presence of these recessive alleles. These many recessive alleles. അല്ലേ? ബ്ലാക്ക് സ്കിന്നാണ് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സ്കിൻ എന്ന് പറയുന്നത്. അവിടെ നല്ല മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദീസ് ഡോമിനൻ്റ് അല്ലീൽസ്. ഈ പോളിജീൻസ് അവിടെ ആക്റ്റീവാണ്, ഫങ്ഷനാണ് അല്ലേ? ദേ ആർ പ്രൊഡ്യൂസിങ് മെലാനിൻ പിഗ്മെൻറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോളിജീൻസ് എന്താണെന്ന് പറഞ്ഞു, പോളിജീനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞു, എക്സാമ്പിൾ സ്കിൻ കളർ ഇൻഹെറിറ്റൻസ് ആണെന്ന് പറഞ്ഞു. 3 ജീൻസ് ഉണ്ട്, ABC ജീൻസ് ഉണ്ട്, അവരെങ്ങനെയാണ് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഇനി അടുത്ത എക്സെപ്ഷനാണ്, ലാസ്റ്റ് എക്സെപ്ഷൻ ഓഫ് മെൻഡൽസ് ലോ ഓഫ് ഡോമിനൻസ്, ലീഥൽ ജീൻസ്. ലീഥൽ ജീൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ലീഥൽ ജീൻസ് എന്ന് പറഞ്ഞാൽ ജീൻസ് റെസ്പോൺസിബിൾ ഓർ ജീൻസ് ദാറ്റ് കോസ് ഡെത്ത് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ ഡെത്തിന് കാരണമാകുന്ന ജീൻസിനാണ് നമ്മൾ ലീഥൽ ജീൻസ് എന്ന് പറയുന്നത്. സോ ദ കോസ് ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ ഹോമോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ലീഥൽ ജീൻസ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോഴാണ് ഓർഗാനിസത്തിൽ ഡെത്ത് ഉണ്ടാകുന്നത്. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിക്കൽ, ഒരേപോലത്തെ കണ്ടീഷനിലല്ലേ. ശരിക്കും നമുക്ക് ലീഥൽ അല്ലീൽസ് എന്ന് പറയാം കേട്ടോ. ലീഥൽ ജീൻസിൽ ഒരു അല്ലീലായിരിക്കും ലീഥാലിറ്റി ഉണ്ടാക്കുന്നത്, ആ ഓർഗാനിസത്തിൽ ഡെത്തിന് കാരണമാകുന്നു. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സേ ലൈക്ക് ലീഥൽ അല്ലീൽസ്. ആൻഡ് ദീസ് അല്ലീൽസ് ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ കോസ് ഡെത്ത് ഇൻ ആൻ ഓർഗാനിസം. അത് ഹോമോസൈഗസ് ഡോമിനൻറ്റ് അല്ലീലി കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ ഹോമോസൈഗസ് റിസസീവ് അല്ലീലി കണ്ടീഷൻ ആകാം. സോ ലീഥൽ അല്ലീൽസ് ക്യാൻ ബി എയ്തർ ഡോമിനൻറ്റ് ഓർ റിസസീവ്. ലീഥൽ അല്ലീൽസ് ഡോമിനൻറ്റ് അല്ലീലാകാം, അല്ലെങ്കിൽ റിസസീവ് അല്ലീലാകാം. ആൻഡ് ഡെത്ത് ഒക്കേഴ്സ് അറ്റ് ദ early embryonic stage or early stage of development. ആ ഓർഗാനിസത്തിൽ ഡെത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ ഏർലി സ്റ്റേജിലായിരിക്കും. ഓക്കെ, അതായത് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും. ഇനി ഇത് റിപ്പോർട്ട് ചെയ്തത് എൽ ക്യൂനോട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത് കോഡ് കളർ ഇൻ മൈസിൻ്റെ കോഡ് കളർ, അതിൻ്റെ സ്കിൻ കളർ അല്ലേ, അതിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. അങ്ങനെ അദ്ദേഹം ലീഥൽ അല്ലീൽസ് ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ 2 അല്ലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ക്യാപിറ്റൽ വൈ ഈസ് ദ ഡോമിനൻറ്റ് അല്ലീൽ ആൻഡ് സ്മോൾ വൈ ഈസ് ദ റിസസീവ് അല്ലീൽ. ഓക്കെ, ക്യാപിറ്റൽ വൈ ഈസ് ഫോർ യെല്ലോ കളർ ആൻഡ് സ്മോൾ വൈ ഈസ് ഫോർ ബ്രൗൺ കളർ. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാകുമ്പോൾ ക്യാപിറ്റൽ വൈ കണ്ടീഷനിൽ മൈസിൻ്റെ കോഡ് കളർ എന്തായിരിക്കും? യെല്ലോ ആയിരിക്കും അല്ലേ, ബിക്കോസ് വൈ ഈസ് ഡോമിനൻറ്റ്. രണ്ടും ഹോമോസൈഗസ് ഡോമിനൻറ്റ് അല്ലീൽസ് ആണ്. ഇനി ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ ഹെട്രോസൈഗസ് കണ്ടീഷനിലോ മൈസിൻ്റെ കോഡ് കളർ എന്തായിരിക്കും? യെല്ലോ തന്നെയായിരിക്കും, ബിക്കോസ് ക്യാപിറ്റൽ വൈ ഈസ് ദ ഡോമിനൻറ്റ് അല്ലീൽ ആൻഡ് സ്മോൾ വൈ ഈസ് ദ റിസസീവ് അല്ലീൽ. ക്യാപിറ്റൽ വൈ വിൽ സപ്രസ് ദ എക്സ്പ്രഷൻ ഓഫ് സ്മോൾ വൈ അല്ലേ. ഇനി സ്മോൾ വൈ ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ എന്തായിരിക്കും? മൈസിൻ്റെ സ്കിൻ കളർ ബ്രൗൺ ആയിരിക്കും. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇദ്ദേഹം 2 ഹെട്രോസൈഗസ് യെല്ലോ മൈസിനെ ക്രോസ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ എന്നുള്ള ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള 2 യെല്ലോ മൈസിനെ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസൾട്ടിങ് F1 ജനറേഷൻ നോക്കുക. F1 ജനറേഷനിൽ റിസൾട്ടിങ് ഓസ്പ്രിങ്സ് അല്ലേ. റിസൾട്ടിങ് ഓസ്പ്രിങ്സിൽ 1:2:1 റേഷ്യോ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 1:2:1. അതിൽ 1 പ്യുവർ ഹോമോസൈഗസ് ഡോമിനൻ്റ് വരും, 2 ഹെട്രോസൈഗസ് ഡോമിനൻ്റ് വരും, ആൻഡ് 1 ഹോമോസൈഗസ് റിസസീവ് വരും അല്ലേ. പക്ഷേ ഇവിടെ എന്താ ഈ 1/4 എടുക്കുക, 1 പ്യുവർ ഹോമോസൈഗസ് ഡോമിനൻറ്റ്. ഈ കണ്ടീഷനിൽ ആ മൈസിന് എന്ത് പറ്റി? ആ മൈസിന് ഡെത്ത് സംഭവിച്ചു ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ. പിന്നെ വരുന്ന ഹെട്രോസൈഗസ് കണ്ടീഷനിലെ മൈസിന് ഒരു കുഴപ്പമില്ല, യെല്ലോ കോഡ് കളറാണ് അതിനുള്ളത്. പിന്നെ വരുന്ന ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ മൈസിന് ഒരു കുഴപ്പമില്ല, ജീവനോടെ ഉണ്ടല്ലേ, വിത്ത് ബ്രൗൺ കളർ. പക്ഷേ ഈ ക്യാപിറ്റൽ വൈ ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷനിൽ മൈസിന് ഡെത്ത് സംഭവിച്ചു, ബിക്കോസ് ക്യാപിറ്റൽ വൈ ഈസ് ദ ലീഥൽ അല്ലീൽ ഹിയർ. ക്യാപിറ്റൽ വൈ ആണ് ഇവിടെ ലീഥൽ അല്ലീലായിട്ട് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വൈ ലീഥൽ അല്ലീലായതിനാൽ ഇതിൻ്റെ ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷനിൽ ക്യാപിറ്റൽ വൈ എന്ന കണ്ടീഷനിൽ മൈസിന് അല്ലെങ്കിൽ ഓർഗാനിസത്തിന് ഡെത്ത് സംഭവിക്കുന്നു. എന്നാൽ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ കണ്ടീഷനിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ, ഹെട്രോസൈഗസ് കണ്ടീഷനിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഓർഗാനിസത്തിന് ഡെത്ത് സംഭവിക്കുന്നു, ബിക്കോസ് ക്യാപിറ്റൽ വൈ ഈസ് ലീഥൽ അല്ലീൽ. Okay, and lethal allele causes death in an organism only in homozygous condition, which can be homozygous dominant condition or recessive condition. നമ്മളിപ്പോൾ homozygous dominant condition ആണ് പഠിച്ചത് കേട്ടോ. lethal allele എക്സാമ്പിൾ ആയിട്ട് ഡൊമിനൻ്റ് അല്ലീലാണ് നമ്മൾ പഠിച്ചത്. ഡൊമിനൻ്റ് അല്ലീൽ ഈസ് ലീഥൽ. ഓക്കെ, ലീഥൽ ജീൻസ് എന്താണെന്ന് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിജീൻസ് പഠിച്ചു, ലീഥൽ ജീൻസ് പഠിച്ചു. ഇത് രണ്ടും മെൻഡലിലെ ലോ ഓഫ് ഡൊമിനൻസിനുള്ള എക്സെപ്ഷൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ മെൻഡലിൻ്റെ ലോ ഓഫ് ഡൊമിനൻസിലുള്ള 5 എക്സെപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? 5 എക്സെപ്ഷൻസ് മറന്നു പോകരുത് കേട്ടോ. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ്, പ്ലിയോട്രോപ്പി, പോളിജീൻസ് ആൻഡ് ലീഥൽ ജീൻസ്. ഓക്കെ,
ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.